നന്മയുടെ നാമത്തിൽ തന്നെ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കട്ടെ. വായിച്ച വചനം, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. ഹല്ലേലൂയ. ഓരോരുത്തന്മാർ പറയുന്ന ആ സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് അവർ മഹത്വപ്പെടുത്തി കടന്നു വരികയാണ്. അതിനോട് ബന്ധത്തിൽ അവർ പറയുന്ന 4-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ആമേൻ. ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന അനുഭവത്തെ കുറിച്ച് വളരെ വ്യക്തതയോട് പറയുകയാണ്. ആ സമയത്ത് അവർ പറയുന്നത്, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് പറയുകയാണ്, ബലം നീതിയുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ഇത്രയും സംഭവം പറഞ്ഞു കഴിഞ്ഞ ശേഷം അവർ പറയുന്ന വചനത്തിലേക്ക് കടക്കുന്നുണ്ടോ, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ എന്ത് ചെയ്യുന്നു, ജലാശയമാക്കി തീർക്കുന്നു. അപ്പോ പാപത്തിൽ നിന്ന് മോചനം ലഭിച്ച് സ്വാതന്ത്ര്യം പ്രാപിച്ച അനുഭവത്തിൽ നിന്ന് അവർ പറയുകയാണ്, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. കാരണം പാപത്തിൽ നിന്ന് മോചനം ലഭിച്ച ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ ആരാധിക്കും. ആ സമയത്ത് കിട്ടുന്ന ഒരു ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ബലം. കടന്നു വരുമ്പോൾ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ഈ ഒരു അനുഭവത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ പിന്നെ അവർ പറയുകയാണ്, കണ്ണുനീർ താഴ്വരയിൽ കൂടി കിടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. ഓക്കെ, അപ്പൊ കണ്ണുനീരിന്റെ ഒരു താഴ്വര ഇതിന് ശേഷം കടന്നു വരികയാണ്. ആ കണ്ണുനീരിന്റെ താഴ്വരയിലും അവർ തളർന്നു പോകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആമേൻ. അതിനെയും അവർ എന്ത് ചെയ്തിരിക്കുന്നു, കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് അവർ പറയുകയാണ്, മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. നോക്കിയേ, അയ്യോ ഇത്രയും ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് നിന്നിട്ട് എന്റെ പാപമെല്ലാം ദൈവം ഏറ്റ് അമ്മേൻ എനിക്കൊരു മോചനം തന്നിട്ട് എനിക്ക് വീണ്ടും കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കേണ്ട സാഹചര്യം കടന്നു വരുമോ? ഒരു ഭക്തൻ പറയുന്നത് എന്താ, അങ്ങനെ ആയിക്കോട്ടെ, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അതെന്ത് അനുഗ്രഹപൂർണമായി തീരുന്നു. നോക്കിയേ, ഒരു മഴ ലഭിക്കുമ്പോൾ അത് അനുഗ്രഹപൂർണമായി തീരുന്നെന്ന് അവർ പറയുമ്പോൾ തന്നെ അവരുടെ അനുഭവത്തിലേക്ക് ചിന്തിച്ചു നോക്കിയേ. പണ്ട് പ്രാപിച്ച ശക്തി ഉണ്ടല്ലോ, ഏത് പാപത്തിൽ നിന്ന് മോചനം ലഭിച്ച് അവർ ആലയത്തിൽ വസിക്കുന്നവർ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ആമേൻ. പിന്നെ അവർ പറയാണ്, അത് മുഖാന്തരം എനിക്കൊരു ബലം ലഭിച്ചു, ഈ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. എന്നിട്ട് പറയാണ്, ഇനി കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകട്ടെ. പക്ഷെ അന്ന് ലഭിച്ച ഒരു നന്മയുണ്ടല്ലോ, സ്വാതന്ത്ര്യം പ്രാപിച്ചത്, അത് മുഖാന്തരം ഞാൻ എന്ത് ചെയ്യും, ഈ കഷ്ടതയുടെ നടുവിലും ജയമെടുക്കും. ഒരു പഴയ വിശുദ്ധന്റെ വാക്കാണിത്. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ വിശ്വാസിക്ക് എങ്ങനെയായിരിക്കണം പറയേണ്ടത്? ഈ ഭക്തൻ എത്രയേറെ ദൈവത്തെ ഉയർത്തി പറയുമ്പോൾ കടന്നു വന്നോട്ടെ, ഞാൻ ദൈവം എന്റെ പാപം മോചിച്ചു തന്നു, ഞാൻ അതിന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. എന്നിട്ട് ഞാൻ അഭിമാനത്തോട് പറയുന്നത് എന്താ, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. അതുമാത്രം എനിക്കൊരു ബലം ലഭിച്ചു. ആ ബലം ചോർന്നു പോകുന്നില്ല എന്നാണ് വചനം പറയുന്നത്. ഏതെല്ലാം പ്രതികൂല മേഖലകളിലൂടെ കടന്നുപോയാലും, ഏതെല്ലാം നിരാശയുടെ അനുഭവത്തിലൂടെ കടന്നുപോയാലും, ആരുമില്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നുപോയാലും ഭക്തൻ പറയുന്നത് എന്താ, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ ആമേൻ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. ആമേൻ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ കടക്കുന്ന സമയത്ത് അതിനെ ജലാശയത്തിന്റെ പ്രത്യേകത എന്താ മക്കളെ? വെള്ളം അങ്ങനെ തോട്ടികൾ ഒഴുകി പോകുമ്പോൾ ജലാശയം മനസ്സിന് ഒരു കുളിർമയൊക്കെ വരില്ലേ? ഒന്ന് കാലൊക്കെ നനച്ച് തണുപ്പിക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടൂലേ? നല്ല ചൂടൊക്കെ നിൽക്കുമ്പോൾ തോട്ടിലൂടെ ഒഴുകി പോകുന്ന വെള്ളത്തിന് ഒരു തണുപ്പില്ലേ? അതിന്റെ തണുപ്പ് അത് അനുഭവിച്ച എത്ര ദൈവമക്കളുണ്ട്. ആ തോടിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ, അപ്പൊ വേദനയുടെ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോഴും ഈ ജലാശയത്തിൽ അടുത്തവിടെ പോകുന്ന ഒരു ഫീലിംഗ് അവർ അനുഭവിക്കുന്നത്. കാരണം അവർ ദൈവത്തെ ഒരിക്കലും ആ കണ്ണുനീരിന്റെ താഴ്വര തള്ളിക്കളയുന്നില്ല. കർത്താവിനെ ഉയർത്തുക തന്നെ അവർ ചെയ്യുന്നത്. അവർ പറയുന്ന വചനത്തിലേക്ക് ശ്രദ്ധിച്ച്, മുൻമഴയാൽ അമേൻ. പ്രാകാരത്തിൽ ലഭിച്ച ഒരു നന്മയുണ്ടല്ലേ അമേൻ. എന്റെ ഉള്ളം എവിടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു, ആ വാഞ്ചിച്ച് മോഹിച്ചു നിന്ന് ഒരു നന്മ അവർക്ക് ലഭിച്ചു അല്ലെ. പിന്നെ അവര് ആ മുൻമഴയാൽ ലഭിച്ച നന്മയെ, അതുമാണ് ലഭിച്ച അനുഗ്രഹത്തെ അവർ വീണ്ടും ഉയർത്തിക്കളിക്കുക.
അത് ലഭിച്ചത് ചോർന്നു പോകുന്നില്ല. ഏതെല്ലാം വേദനയോട് കടന്നു പോകട്ടെ, അത് ചോർന്നു പോകില്ല. അതിന് ശക്തി പ്രാപിച്ചത് അത് നശിപ്പിച്ച് കളയാനുള്ളതല്ല, അതിനെ സംരക്ഷിക്കുവാനും അതിനെ സൂക്ഷിക്കുവാനും ഞാൻ ബാധ്യസ്ഥനാണെന്ന് പഴയ വിശുദ്ധന്മാർ അടിവരയിട്ട് പറയുന്നത്. അടിവരയിട്ട് നിങ്ങൾ സംഖ്യത്തിൽ 84 വായിക്കുമ്പോൾ അതിന്റെ 6-ാം വാക്യം വളരെ അടിയിലൊരു റെഡ് പേനയ്ക്കൊക്കെ വരച്ചായിട്ടും വരുന്നത്, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ. തൊട്ടുമോള് വാക്യം എന്താ? ബലം പിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ടെന്ന് പറയുന്ന ഓരോരുത്തന്മാര് പറയാണ്. ഈ ബലമെങ്കിൽ ഉള്ളത് കൊണ്ട് കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോയാലും എന്തായിരിക്കും പറഞ്ഞത്? കണ്ണുനീരിന്റെ നടുവിൽ കടന്നു പോയാലും അതിനെ ജലാശയമാക്കി നിൽക്കുന്നു. അല്ലെ, നമ്മള് ബീച്ചിലെ കടന്നു പോയപ്പോ ജലാശയം വലിയ ഇത് വന്നപ്പോ തണുത്ത കാറ്റ് വരുമ്പോ ഒരു സന്തോഷല്ലേ അല്ലെ? ആ സാധനത്ത് ഉണങ്ങി വരണ്ട് നിൽക്കുന്നവർക്ക് കിട്ടും. നിൽക്കുമ്പോഴോ അവിടെ എന്ത് സന്തോഷം കിട്ടുന്നത്? തണുത്ത കാറ്റുകളും വരാനുണ്ടോ? ചൂട് കാറ്റിലല്ലേ വരുള്ളൂ. അന്നേരം എല്ലാവരും തുണിയൊക്കെ മൂടിപ്പോയി അല്ലെ, മൂടിപ്പോയി. ചൂട് കാറ്റ് സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ആകുമ്പോൾ ആരെയും മൂടിപ്പോയി കാറ്റ് കൊണ്ടുകൊടുക്കും. നമ്മുടെ കാറ്റ് ആസ്വദിക്കും, അത് ഏറ്റെടുക്കും അല്ലെ. എന്നതുപോലെ അനുഭവത്തിലേക്ക് മാറ്റാൻ സാധിക്കുമെന്ന കഷ്ടതയുടെ നടുവിലും ശോധനയുടെ നടുവിലും ഭാരത്തിന്റെ നടുവിലും ഇതിനെല്ലാം സ്വീകരിക്കുന്നത് ജലാശയമായി തീർക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഭക്തൻ പറയുന്നത്. ഇനി അത് തൊട്ട് താഴെന്ന് പറയുന്നത് മുൻമഴയാൽ എനിക്ക് പണ്ട് ലഭിച്ച ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ അതിന് അനുഗ്രഹം പൂർണ്ണമാക്കും. രോഗം കടന്നു വരുമ്പോൾ, ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ പ്രാപിച്ച ശക്തിമേൽ, അമ്മേ, നമ്മുടെ ശക്തി പ്രാപിച്ച ദൈവം